വടക്കിഴക്കിന് 45 ഡിഗ്രിക്കകത്ത് ഇവിടെയോ 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 നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ശരിക്ക് സമ്പത്ത് കടന്നു വരുന്ന ഒരു വീടാണ് ഇത്. ഒരുപാട് ആഘോഷങ്ങളും സൗഭാഗ്യങ്ങളും ഈ വീട്ടിൽ വന്നു ചേരും. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ ലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നമാവാം, കടബാധ്യതയാവാം, ആരോഗ്യ പ്രശ്നങ്ങളാവാം, നഷ്ടങ്ങൾ അതിനെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. 2004 ഫെബ്രുവരി 4 തൊട്ട് 2024 ഫെബ്രുവരി 3 വരെ ഒരു 20 കൊല്ലം. ആ 20 കൊല്ലത്തിനകത്ത് കിഴക്ക് ദർശനത്തിൽ വെച്ച വീടുകളിൽ 83 ഡിഗ്രിക്ക് മുകളിൽ 110 ഡിഗ്രിക്ക് അകത്ത് വരുന്ന വീടുകളുടെ ഒരു കണക്കാണ് ഞാൻ ഈ പറയുന്നത്. വാസ്തുവിൽ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഡിഗ്രിയെ നോക്കിയിട്ട് ദിക്കിനെ നോക്കിയിട്ട് ചെയ്യും. കിഴക്ക് ദർശനം എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് 90 ഡിഗ്രി, അതിൽ ഒരു 10 ഡിഗ്രി ഇടത്തോട്ടോ 10 ഡിഗ്രി വലത്തോട്ടോ ആയാലും ഔട്ട് ആവുന്നില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാസ്തുവിൽ വീട് വെക്കുന്ന ഒരു രീതി ഉണ്ട്. അതായത് കിഴക്ക് ദർശനത്തിന്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ദിക്ക് തെറ്റി എന്ന് പറയുന്നുണ്ട്. ഇത് ഫുങ്ഷുവൽ പറയുമ്പോൾ ഇതിനെ 3 ഡിവൈഡ് ചെയ്യും. അതായത് കിഴക്കിനെ തന്നെ 3 ഡിവൈഡ് ചെയ്യും. അതായത് കിഴക്ക് 1, കിഴക്ക് 2, കിഴക്ക് 3. അപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? 45 ഡിഗ്രി ഉണ്ട്. ആദ്യത്തെ 15 കിഴക്ക് 1, രണ്ടാമത്തെ 15 കിഴക്ക് 2, മൂന്നാമത്തെ 15 കിഴക്ക് 3. ഈ ഡിഗ്രിയിൽ ഏതിലാണ് നിങ്ങളുടെ വീട് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഉദാഹരണത്തിന് കിഴക്ക് 2 കിഴക്ക് 3 ആണ് നിങ്ങളുടെ വീട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകളാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായ ഒരു വീടാണ് നിങ്ങളുടേതും ഈ പറയുന്ന ഈസ്റ്റ് 2 ഈസ്റ്റ് 3 ആണ് നിങ്ങളുടെ വീട് നിൽക്കുന്നതെങ്കിലും 2004 ശേഷം പണിഞ്ഞ വീടാണെങ്കിലും 2024 വീടാണെങ്കിലും വടക്ക് കിഴക്ക് ആണ് നിങ്ങളുടെ പ്രധാന വാതിലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് 2024 ശേഷമായിരിക്കും. അത് 2044 വരെ തുടരും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വീടിന്റെ ദർശനം. അതായത് കിഴക്ക് ദർശനമുള്ള വീട്. ദർശനം എവിടെയാണ്? ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ദർശനമുള്ള വീട്. ഈസ്റ്റ് ദർശനമുള്ള വീടിൽ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സിറ്റ് ഔട്ട് വന്നു. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള 45 ഡിഗ്രിക്കകത്ത് നിങ്ങൾ വടക്കിഴക്കിന് 45 ഡിഗ്രിക്കകത്ത് ഇവിടെയോ 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 നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ 2024 മുതൽ 2044 വരെ ശരിക്ക് സമ്പത്ത് കടന്നു വരുന്ന ഒരു വീടാണ് ഇത്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ആഘോഷങ്ങളും സൗഭാഗ്യങ്ങളും ഈ വീട്ടിൽ വന്നു ചേരും. ഇത് കിഴക്ക് ദർശനത്തിൽ രണ്ടാമത്തെ ഈസ്റ്റ് 2 3 നിൽക്കുന്ന വീടാണെങ്കിൽ, അടുത്തത് ഇതിന്റെ കിഴക്കിലാണ് നിങ്ങളുടെ വാതിൽ നിൽക്കുന്നത്. ഈ 45 ഡിഗ്രിക്കകത്ത് ഇവിടെയോ 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 ആണ് വന്നിട്ടുള്ളത് എന്ന് കരുതുക. ഞാൻ ഫെങ്ഷുയി ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീട് വലിയ ദോഷമുള്ള വീടൊന്നും അല്ല. എന്നാൽ ഭയങ്കര പ്രോസ്പെരിറ്റി ഉണ്ടോ? അതുമില്ല. ഒരു മീഡിയം രീതിയിൽ ഈ വീടങ്ങ് പോകും. അടുത്തത് തെക്ക് കിഴക്ക്. ഇവിടെ നിങ്ങളുടെ സിറ്റ് ഔട്ട് വന്നു. ഇത് ഇത്രയും നിങ്ങളുടെ സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിന്റെ ഈ പറയുന്ന 45 ഡിഗ്രിക്കകത്ത് ഇവിടെ നിങ്ങളുടെ പ്രധാന വാതിൽ ഇവിടെ എവിടെയോ വന്നെന്ന് കരുതുക. ഇവിടെയാണ് നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ ലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് വെച്ച അന്ന് മുതൽ നിങ്ങൾ നഷ്ടങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് മാറി നഷ്ടം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, സാറേ നഷ്ടം എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള നഷ്ടമാണ് സാർ ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക പ്രശ്നമാവാം, കടബാധ്യതയാവാം, തൊഴിൽ നഷ്ടപ്പെടുന്നതാവാം, ആരോഗ്യ പ്രശ്നങ്ങളാവാം. എന്തായാലും ഒന്ന് മാറി നഷ്ടങ്ങൾ, അതായത് ടോട്ടൽ ലോസിന്റെ ഒരു സ്റ്റാറാണ് നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്നത്. അതിനെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. ഇത് കിഴക്ക് ദർശനമായ ഒരു പ്രത്യേക ഡിഗ്രിയിൽ വരുന്ന ഒരു വിഭാഗം വീടിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഓരോ ദിക്കിനും ഇതുപോലെ ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് അത് ഏത് ദിക്കിലാണ് നല്ല നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അവിടെ കൊണ്ടുപോയി ഡോർ വയ്ക്കുക.
മോശം നക്ഷത്രങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ ദിക്കിൽ റൂം പ്രധാന ഡോറ് പണിയാതിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി ഒരു ബോധമില്ല, അല്ലെങ്കിൽ അറിവില്ല. ഇങ്ങനെ ഒരു സയൻസ് ഉണ്ടെന്നും ഇതിൽ ചില നക്ഷത്രങ്ങൾ ഉണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് ആരൊക്കെ ബോധ്യപ്പെടും? ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾ, ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വീട്ടിൽ ഒരാൾ താമസിക്കുന്നു. 2010 വീട് വെച്ചതാണ്. ഇപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 കഴിഞ്ഞ 15-16 വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവർക്ക് ഒന്നുമാറി പ്രശ്നങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. ഇവര് വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നു, കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാര്യങ്ങൾ വിളിച്ച് കൺസൾട്ട് ചെയ്ത് ഫ്ലൈങ് സ്റ്റാർ നമ്പറൊക്കെ എടുത്തിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഈ വീട് വെച്ച് കയറി അന്ന് തൊട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരിയാണ് സാർ, അത് ഇന്ന കണക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്റ്റോറി പറയാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുന്നത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനെ കണ്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരുടെ വാതിൽ വന്നിരിക്കുന്നത് ഏറ്റവും മോശം സ്റ്റാറാണ്. ഇത് അവർ വിശ്വസിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് അനുഭവസ്ഥരാണ്. മറ്റുള്ളവർ ഇത് പുച്ഛത്തോടെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞിരിക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കൺമുന്നിൽ ഇതെല്ലാം ഓരോ നമ്പറുകളാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഓരോ എനർജികളാണ്. ആ എനർജികൾക്ക് അതാത് സ്ഥലത്ത് അതിന്റെ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട്. ഇപ്പം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക. ഈ ബെഡ്റൂമിൽ കിടക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള ഒരു ബെഡ്റൂമാണത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഒരു ആള് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന അതേ അനുഭവമാണ് ഇവിടെ കിടന്നവനും. ടോട്ടൽ ലോസ് ആണ്. ഇവിടെയാണ് ഈ വീടിന്റെ പ്രധാന വാതിൽ നിന്നിരുന്നെങ്കിലോ ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ വീടിന്റെ ഓരോ ദിക്കും, വീടിന്റെ ബ്രഹ്മസ്ഥാനത്തും ഫംഗ്ഷു പ്രകാരം വരുന്ന നമ്പറുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില സ്വാധീനങ്ങൾ ചെലുത്താനുള്ള കഴിവുണ്ടെന്നും അതിന് അതിൻ്റെതായിട്ടൊരു എനർജി ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വാസ്തുശാസ്ത്രത്തെ പോലെ മഹത്തായ മറ്റൊരു ശാസ്ത്രം നമുക്കുണ്ട്. അതാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയി. അതിൽ പറയുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമൂലമാണോ, ആണെങ്കിൽ അതിനെ ഒന്ന് നോക്കുകയും അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ കേൾക്കുന്നതിൽ വിശ്വാസമുള്ളവർക്കും അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ വിശ്വാസമില്ലാത്തവർക്കും താല്പര്യമില്ലാത്തവർക്കും ഇത് അതേ ഗൗരവത്തോടെ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോവാം. അപ്പം ഫെങ്ഷുയുടെ ടൂളുകൾ എന്ന് പറയുന്നത് ഓരോ ടൂളുകളും ഓരോ എനർജിയാണ്, അല്ലെങ്കിൽ ഓരോ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്. അത് അതിൻ്റെതായിട്ടുള്ള ഡയറക്ഷനിൽ ഇരിക്കുമ്പോൾ ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുതരും. ഇതിന്റെ ഓരോ ടൂളുകളും അതിൻ്റെ ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരും. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു 3 legged ഫ്രോഗ് ആണ്. ഇത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിൽ നിന്നും വീടിന്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. ഇത് നമുക്ക് കാറിനകത്ത് ഉപയോഗിക്കാം. ആക്സിഡന്റുകളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ പിരമിഡായിട്ട് നമുക്ക് വണ്ടികളിൽ സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഡ്രാഗന്റെ ഹെഡാണ്, ടോർട്ടോയ്സിന്റെ ബോഡിയാണ്. അതിന്റെ മുകളിൽ ഒരു ലാഫിംഗ് ബുദ്ധ ഇരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വീടിന്റെ നോർത്തിൽ വെക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇത് സൗത്ത് ഈസ്റ്റിലാണെങ്കിലോ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. സൗത്ത് വെസ്റ്റ് മിസ്സിംഗ് ആയിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങളുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഹാങ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.